ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച കേരളത്തിലെ തന്നെ ആദ്യത്തെ കോട്ടയായിട്ടുള്ള അഞ്ചുതെങ്ങ് കോട്ടയാണ് കേട്ടോ ഇത്. തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് എന്നറിയപ്പെടുന്ന ഒരു കടലോര ഗ്രാമത്തിലാണ് 1695 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടൊരു കോട്ട പണിയുന്നത്. കമ്പനിക്ക് വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആറ്റിങ്ങൽ മഹാറാണിയാണ് കോട്ട നിർമ്മിക്കാനുള്ള സ്ഥലം കൊടുത്തത്. ഈ കോട്ടയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിതമായിട്ടുള്ള കലാപം ഉണ്ടായതും ഈ കോട്ടയിനെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകുക എന്നതായിരുന്നു കോട്ടയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. കച്ചവടത്തിനായിട്ട് വന്നവർ പതിയെ പതിയെ കാര്യക്കാരായി മാറാൻ തുടങ്ങി. അതുപോലെ തന്നെ ചൂഷണവും നിയന്ത്രണവും അടിച്ചമർത്തലുകളെല്ലാം സഹിക്കാൻ വയ്യാതെ ജനങ്ങൾ 1721 രാജ്ഞിയെ കാണാൻ വേണ്ടി പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ ആക്രമിച്ച് കൊലപ്പെടുത്തി. 6 മാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സൈനികരെ കൊണ്ടുവന്നിട്ടാണ് കലാപത്തിന് കമ്പനി അടിച്ചമർത്തിയത്. ബ്രിട്ടീഷുകാരിൽ നിന്നും ആറ്റിങ്ങൽ മഹാറാണിക്ക് പാരിതോഷികങ്ങൾ ഒരുപാട് കിട്ടിയിരുന്നു. അല്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ രീതിയും അങ്ങനെ ആയിരുന്നല്ലോ. നാട് ഭരിക്കുന്നവർക്ക് ആദ്യം പാരിതോഷികങ്ങൾ വാരിക്കോരി കൊടുക്കും. എന്നിട്ട് അവരെ വരുതി കൊണ്ടുവന്നിട്ട് ജനങ്ങളെയും ആ നാടിലുള്ള മുഴുവൻ സമ്പത്തിനെയും കൊള്ളയടിച്ചു കൊണ്ടുപോകും. രാജാക്കന്മാരുടെ വരുമാനത്തിൽ കോട്ടം തട്ടാത്തതിനാൽ ചിലർ കമ്പനിക്ക് വേണ്ടി ദാസ്യപ്പണി എടുത്തിട്ടുണ്ട്. ഇതൊരു ചരിത്ര സ്മാരകമാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തികൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറാകാതിരുന്ന ധീരന്മാരുടെ ചോര കൊണ്ട് ബലപ്പെടുത്തിയ സ്മാരകം. സ്വാതന്ത്ര്യം രാജാവിൻ്റെ പിച്ചയായി കിട്ടിയിരുന്ന ഒരു കാലത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ജനാധിപത്യത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും നുകർന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ ആസ്വദിച്ച് ജീവിക്കുന്ന ആളുകളാണല്ലേ. ഇന്ന് രാജാക്കന്മാരെല്ലാം വീരപരിവേഷമുള്ളവരാണ്. അവരെല്ലാം പ്രജകളുടെ ക്ഷേമത്തിനായി ജീവിച്ചവരാണെന്നാണ് കരുതപ്പെടുന്നത്. ബ്രിട്ടന് വേണ്ടി ദാസ്യപ്പണി എടുത്തവർ വരെ ഇന്ന് മഹാന്മാരായി വാഴ്ത്തപ്പെടുന്നു.